ന്യൂഡൽഹിയിൽ കർത്തവ്യപഥിൽ നിന്ന് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ വീണ്ടും ആ വെൽവെറ്റിൽ പൊതിഞ്ഞെടുത്ത ബജറ്റുമായി മാധ്യമങ്ങൾക്ക് വേണ്ടി ഫോട്ടോ സെഷനിൽ നിൽക്കുകയാണ്. ഒപ്പം ആ ബജറ്റ് തയ്യാറാക്കിയ ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നിർമ്മലാ സീതാരാമനോട് ഒപ്പമുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കാനായി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാനായി കർത്തവ്യ ഭവനിലെ ഓഫീസിൽ. ഈ കർത്തവ്യ ഭവനിൽ ധനമന്ത്രാലയം എത്തിയതിനു ശേഷം അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പതിവ് പോലെ നമ്മൾ സാധാരണ നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് അവതരണത്തിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഏത് വേഷത്തിലാണ്, ഏത് പ്രത്യേകതരം സാരിയാണ് നിർമ്മലാ സീതാരാമൻ ഉടുക്കുക എന്ന് നമ്മൾ പറയും. സാധാരണ പോച്ചമ്പള്ളി സാരിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഇക്കുറി നിർമ്മലാ സീതാരാമൻ പതിവ് പോലെ തൻ്റെ ഐപാഡ് അടങ്ങിയ ആ ചുവന്ന വെൽവെറ്റുള്ള ആ ചെറിയ ബാഗ് ഉയർത്തിക്കാട്ടുകയാണ്. ഇതിലാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഇരിക്കുന്നത്. ആ ബാഗിനുള്ളിലുണ്ട് പ്രതീക്ഷകൾ. വാനോളം പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താണ് അതിലുള്ളത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 11 മണിക്ക് തന്നെയാണ്. PR സുനിലുണ്ട്. PR സുനിൽ, പതിവ് പോലെ നമ്മൾ കർത്തവ്യപഥിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ദൃശ്യം നമ്മളിപ്പോൾ കാണുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായോ? അരുൺ, ആദ്യമായിട്ടാണ് കർത്തവ്യ ഭവനിലെ ധനമന്ത്രാലയത്തിൽ നിന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാധാരണ നിർമ്മലാ സീതാരാമൻ വരാറുള്ളത് പോലെ തന്നെ പട്ടിൽ പൊതിഞ്ഞ് തന്നെയാണ് ഇത്തവണ ബജറ്റ് ഉൾപ്പെട്ട ഈ ഐപാഡ് ഉൾപ്പെട്ട ആ ബാഗുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ഈ കർത്തവ്യ ഭവനിലെ ധനമന്ത്രാലയത്തിൽ നിന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നേരെ പോകുന്നത് രാഷ്ട്രപതി ഭവനിലേക്കാണ്. രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങും. അതിനുശേഷമാണ് പാർലമെന്റിൽ തിരിച്ചെത്തി കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുക. നമുക്കറിയാം, സാധാരണ ഇവിടെ എനിക്ക് പിറകിൽ കാണുന്ന സൗത്ത് നോർത്ത് ബ്ലോക്കുകളിലായുള്ള ധനമന്ത്രാലയത്തിലാണ് സാധാരണ ബജറ്റ് അവതരിപ്പിക്കാനായി ധനമന്ത്രിമാർ എത്താറുള്ളത്. ഏതായാലും ഇത്തവണ ധനമന്ത്രാലയം ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്, കർത്തവ്യ ഭവനിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ കർത്തവ്യ ഭവനിലെ പുതിയ ധനമന്ത്രാലയത്തിൽ എത്തിയ ശേഷമാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിച്ചേരും. പിന്നീട് 9:30 മണിയോടെയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിലേക്ക് വരിക. 10:15 പാർലമെന്റിൽ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നത്. 10:30 മണിവരെ കേന്ദ്രമന്ത്രിസഭാ യോഗം നീണ്ടു നിൽക്കും. അതിനുശേഷം പിന്നീട് 11 മണിക്ക് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കും. ബജറ്റ് അവതരണത്തിലേക്ക് നീങ്ങും. ഏതായാലും ഇത്തവണ ബജറ്റ് വരുമ്പോൾ ഒരുപാട് ആശങ്കകൾ നമുക്ക് മുന്നിലൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ 50% തീരുവ, കയറ്റുമതി രംഗത്തൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ക്ഷീണം, ഇതൊക്കെ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളായിരിക്കും, എന്തൊക്കെ മാജിക് ആയിരിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പോർട്ടുകൾ, അതുപോലെ തന്നെ റോഡുകൾ, റെയിൽവേ, ഈ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റായിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുക എന്നതാണ് പൊതുവെ വരുന്ന സൂചന. അങ്ങനെ അടിസ്ഥാന മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റിലൂടെ സാമ്പത്തിക രംഗത്തിന് കൂടുതൽ ഉണർവ് നൽകുക എന്നതുകൂടി ധനമന്ത്രി ലക്ഷ്യം വെക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 7.4% വളർച്ചയാണ് സാമ്പത്തിക സർവേയിൽ രാജ്യം പ്രതീക്ഷിക്കുന്നത്. അതേസമയം അടുത്ത സാമ്പത്തിക വർഷം അത്രയും പോകില്ല. ഒരുപക്ഷെ 7.2% താഴെയായിരിക്കും സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. പണപ്പെരുപ്പവും വലിയ ആശങ്കയായി തുടരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് 4 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ് അടക്കമുള്ളവ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തും? ഏതായാലും ഈ കേന്ദ്ര ബജറ്റ് വരുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ആഗോളതലത്തിലുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ, പലസ്തീൻ ഇസ്രയേൽ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള ആഗോളതലത്തിലെ പ്രതിസന്ധികൾ, അപ്പോൾ അതൊക്കെ തന്നെ ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു സാമ്പത്തിക വളർച്ച, സാമ്പത്തിക മേഖല ഭദ്രമാണ് എന്ന് പറയുമ്പോഴും വലിയൊരു നിലയിലേക്ക് സാമ്പത്തിക വളർച്ചയിലേക്ക് രാജ്യത്തിന് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ നിക്ഷേപത്തിലുണ്ടാകുന്ന കുറവ്, അത് സാമ്പത്തിക സർവേ എടുത്തു കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രതീക്ഷിച്ച രീതിയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോൾ